إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 50-ാമത്തെ വചനത്തിന്റെ ആയത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഇതിന്റെ മുൻ ആയത്തിൽ മഴയുമായി ബന്ധപ്പെട്ട മഴ പെയ്തിറങ്ങിയ അവസാനം ഭൂമി കുളിർത്തുകൊണ്ട് സസ്യലതാദികൾ മുളച്ചു പൊന്തി മനുഷ്യർക്കും നാൽക്കാലികൾക്കും അവർക്കുള്ള ഉപജീവനം ലഭിക്കുന്നതിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചു. നോക്കൂ നിങ്ങൾ, അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ ആയത്ത്. വലഖദ് സറഫ്നാഹു, നാം അതിനെ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ വിഹിതം ചെയ്തു. ആ വിഭവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നോക്കൂ നിങ്ങൾ, ബൈനഹും അവർക്കിടയിൽ, ആ നാൽക്കാലികൾക്കിടയിലും അതുപോലെ മനുഷ്യർക്കിടയിലും അല്ലാഹു വിധിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എന്തിനാണത്? ലിയദ്ദക്കർ, അവർ ഉറ്റാലോചിക്കുന്നതിന്. നോക്കൂ നിങ്ങൾ, എവിടുന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഇത് ലോകരക്ഷിതാവായ അല്ലാഹുവിങ്കൽ നിന്നും ലഭിക്കുന്നതാണ്. അവൻ മാത്രമാണ് അതിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, നന്ദി ചെയ്യണം എന്ന് മനുഷ്യർക്ക് കൃത്യമായി ഉത്ബോധനമുണ്ടാക്കാൻ, ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ വിതരണം ചെയ്തിരിക്കുകയാണ്. ചിലർക്ക് കൂടുതൽ ലഭിക്കും, ചിലർക്ക് കുറച്ചു ലഭിക്കും. ഈ രൂപത്തിൽ നോക്കൂ നിങ്ങൾ, ഐഹികമായ വിഭവങ്ങൾ അവർക്കൊക്കെയും ലഭിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വിശദീകരിക്കുന്നത്. എന്നാൽ നോക്കൂ നിങ്ങൾ, എന്താണ് മനുഷ്യന്റെ അവസ്ഥ? അവൻ എന്നാൽ വിസമ്മതിച്ചു കളഞ്ഞു. അക്സറുന്നാസി, ജനങ്ങളിൽ വലിയൊരു ഭൂരിപക്ഷം പേരും വിസമ്മതിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അപാരമായ ഈ നോക്കൂ നീ അനുഗ്രഹങ്ങളൊക്കെയും അവർ വിസമ്മതിച്ചു കളഞ്ഞു. എല്ലാ കുഫൂറ, നന്ദികേടിനെ അല്ലാതെ നോക്കൂ നിങ്ങൾ, അവർ നന്ദികേടല്ലാതെ പ്രവർത്തിച്ചില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. നന്ദിയില്ലാത്ത പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളൊക്കെയും ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നതിന് പകരം നോക്കൂ നിങ്ങൾ, ചില മുശ്രിക്കീങ്ങൾക്കൊരു വാദമുണ്ടായിരുന്നു. നക്ഷത്രം കൊണ്ട്, അതായത് ചില ഞാറ്റുവേല കൊണ്ട്, നക്ഷത്രത്തിന്റെ ഗ്രഹത്തിന്റെ ചില സ്ഥാനങ്ങൾ കൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിങ്കൽ നിന്നും മഴ ലഭിക്കുന്നു എന്ന് പറഞ്ഞവൻ സത്യവിശ്വാസിയാണ്. അതുപോലെ നക്ഷത്രത്തിന്റെ ചില ഗ്രഹത്തിന്റെ ചില ആ ഒരു സ്ഥാനങ്ങൾക്ക്, സ്ഥാനചലനങ്ങൾക്കനുസരിച്ച് മഴ ലഭിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവൻ അവിശ്വാസിയാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ രൂപത്തിലുള്ള നന്ദികേടാണ് അവർ പ്രവർത്തിച്ചതെന്നാണല്ലോ പറയുന്നത്. അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹം ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് ആരാധനകൾ വഴിതിരിച്ചു വിടുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.